എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 65-ാമത്തെ സർഗത്തിൽ 29 മുതൽ 34 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് എങ്ങനെയാണ് വിശ്വാമിത്രൻ ബ്രഹ്മർഷിയായി തീർന്നത് എന്നാണ്. താൻ ബ്രഹ്മർഷിയായി എന്നുള്ളത് ദേവന്മാർ മാത്രം അംഗീകരിച്ചാൽ പോരാ, വസിഷ്ഠൻ വന്നുകൂടി അംഗീകരിക്കണം എന്ന് വിശ്വാമിത്രൻ ദേവതകളോട് പറഞ്ഞു. അങ്ങനെ ദേവതകളുടെ ഇച്ഛയ്ക്കനുസരിച്ച് വസിഷ്ഠൻ വന്ന് വിശ്വാമിത്രനെ അനുഗ്രഹിക്കുകയും അവർ തമ്മിലുണ്ടായ ചിരകാലത്തെ ആ വൈരം ഇല്ലാതെയായി പോവുകയും ഉണ്ടായി എന്നാണ് അവിടെ പറഞ്ഞു നിർത്തിയത്. അതിനുശേഷം എന്തൊക്കെയാണ് വിശ്വാമിത്രന് സംഭവിച്ചത് എന്നുള്ളതൊന്ന് ചുരുക്കി പറഞ്ഞിട്ട് ജനകൻ്റെ കഥയിലേക്ക് കടക്കുകയാണ്. നമുക്ക് 29-ാമത്തെ ശ്ലോകം നോക്കാം. ഏഷ രാമമുനിശ്രേഷ്ഠ ഏഷ വിഗ്രഹവാംസ്തപ ഏഷ ധർമ്മപരോ നിത്യം വീര്യസ്യൈഷ പരായണം. നമ്മൾ ഈ കാണുന്ന മുനിശ്രേഷ്ഠൻ വിശ്വാമിത്രൻ ഉണ്ടല്ലോ, അദ്ദേഹത്തോളം ശ്രദ്ധാവാനായിട്ട് മുനിയായിട്ട് വർത്തിക്കുന്ന ഒരാൾ ഇനി ഇല്ല തന്നെ. അതാണ് ഏഷരാമ മുനിശ്രേഷ്ഠ. അല്ലയോ ശ്രീരാമചന്ദ്ര, ഈ കാണുന്ന വിശ്വാമിത്രനാണ് ഏറ്റവും വലിയ മുനിശ്രേഷ്ഠൻ. ഏഷ തപഹ വിഗ്രഹവാൻ. ഇദ്ദേഹം തന്നെയാണ്, ഈ വിശ്വാമിത്രൻ തന്നെയാണ് തപസ് ഒരു രൂപമെടുത്ത് വന്നാൽ എങ്ങനെയാണോ അത് തന്നെയാണ് വിശ്വാമിത്രൻ. ഏഷ ധർമ്മപരഹ നിത്യം ധർമ്മപരഹ ഏഷ. ഇദ്ദേഹത്തെ കഴിഞ്ഞ് വേറൊരാളും ധർമ്മനിരതനായിട്ട് ഇവിടെ ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും ധാർമ്മികനായിട്ടുള്ള മുനി ആരാണെന്ന് ചോദിച്ചാൽ അതും വിശ്വാമിത്രൻ തന്നെയാണ്. മാത്രമല്ല വീരസ്യ ഏഷ പരായണം. ഇങ്ങനെ തപസ്വിയായിട്ടിരിക്കുകയാണെങ്കിൽ പോലും വീര്യത്തിന്, തപോവീര്യമായാലും മനോവീര്യമായാലും ഒക്കെ വളരെ ശക്തമായിട്ട് നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു ഋഷി കൂടിയാണ് വിശ്വാമിത്രൻ. അതുകൊണ്ട് വെറുതെ ഒരു പേരിന് ഋഷിയായിട്ടുള്ള ആളൊന്നുമല്ല, എത്രയോ കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളിൽ കൂടെയൊക്കെ കടന്നു വന്ന ആളാണ്. അത്രയ്ക്ക് മാഹാത്മ്യമാണ് ഈ വിശ്വാമിത്ര മഹർഷിക്കുള്ളത് എന്ന് ശതാനന്ദൻ ശ്രീരാമനോടും ലക്ഷ്മണനോടും കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ ജനകനും വന്നിരിക്കുന്നുണ്ട്, ജനകനും ഈ കഥകളൊക്കെ കേൾക്കുന്നുണ്ട്. അതാണ് പറഞ്ഞു വരണത്. ഏവമുക്ത്വാ മഹാതേജാ വിരരാമദ്വിജോത്തമ ശതാനന്ദവച ശ്രുത്വാ രാമലക്ഷ്മണസന്നിധൗ ജനകഃ പ്രാഞ്ജലിർവാക്യമുവാച കുശികാത്മജം. ഏവമുക്ത്വാ മഹാതേജാ വിരരാമ ദ്വിജോത്തമ ശതാനന്ദ. ബ്രാഹ്മണരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ശതാനന്ദൻ, മഹാതേജസ്വിയായിട്ടുള്ള ആ ശതാനന്ദൻ ഇപ്രകാരം പറഞ്ഞ് അവസാനിപ്പിച്ചു. വിരരാമ എന്ന് വെച്ചാൽ പറഞ്ഞ് അവസാനിപ്പിച്ചു എന്നർത്ഥം. ഉക്ത്വാ വിരരാമ, പറഞ്ഞിട്ട് നിർത്തി. വിശ്വാമിത്രൻ്റെ ആ ശ്രേഷ്ഠങ്ങളായിട്ടുള്ള കഥകൾ മുഴുവനും പറഞ്ഞു നിർത്തി. അങ്ങനെ ആ സമയത്ത് ശതാനന്ദ വചശ്രുത്വ, ശതാനന്ദൻ്റെ വാക്കുകൾ കേട്ടിട്ട് രാമലക്ഷ്മണ സന്നിധൗ, രാമലക്ഷ്മണന്മാരുടെ സമീപത്തിരിക്കുകയായിരുന്ന ജനക മഹാരാജാവ് പ്രാഞ്ജലി കുശികാത്മജം വാക്യം ഉവാച. പ്രാഞ്ജലി എന്ന് പറഞ്ഞാൽ കൂപ്പുകൈകളോടെ കുശികാത്മജനായിട്ടുള്ള വിശ്വാമിത്രനോട് ഇപ്രകാരം പറഞ്ഞു. ശതാനന്ദൻ അവിടെ ഇരുന്ന് കഥ പറയുമ്പോൾ അത് മുഴുവനും കേൾക്കുന്നത് കുട്ടികൾ മാത്രമൊന്നുമല്ല, അവിടെ മഹാഋഷീശ്വരന്മാരുണ്ടായിരുന്നു, ജനകൻ്റെ കൊട്ടാരത്തിൽ യാഗം ചെയ്യാനായിട്ട് വന്ന ബ്രാഹ്മണരുണ്ടായിരുന്നു, ജനക മഹാരാജാവ് ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളുടെ അടുത്ത് ഇരുന്ന് കഥകൾ കേട്ട ജനക മഹാരാജാവ് ഇതൊക്കെ കേട്ടതിൻ്റെ ഒരു അത്ഭുതത്തോടു കൂടിയിട്ട് കൂപ്പുകൈയോട് കൂടിയിട്ട് ഇപ്രകാരം പറയാണ്. 31-ാമത്തെ ശ്ലോകം അതിൻ്റെ ആദ്യത്തെ വരി ചേർത്താണ് പറഞ്ഞത്. അതിൻ്റെ 2-ാമത്തെ വരിയാണ്. ധന്യോസ്മി അനുഗൃഹീതോസ്മി യസ്യ മേ മുനിപുംഗവ യജ്ഞം കാകുത്സ്ഥസഹിതഃ പ്രാപ്തവാനസി കൗശിക. ധന്യഃ അസ്മി. ഇത്ര വലിയൊരു കൃതാർത്ഥനായിട്ടുള്ള ഒരാൾ ലോകത്തിൽ വേറെ ആരും ഉണ്ടാവില്ല. ഞാൻ ധന്യനായി തീർന്നിരിക്കുന്നു. മാത്രമല്ല അനുഗ്രഹീതോസ്മി, ഞാൻ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ട്? യസ്യ, എന്തുകൊണ്ടെന്നാൽ ഏതൊരാളുടെയാണോ, യസ്യമേ ഏതൊരു എൻ്റെയാണോ, അതായത് ഞാൻ ചെയ്യാൻ പോണ യാഗത്തിൽ, ധനുർയാഗമാണല്ലോ ചെയ്യാൻ പോണത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ സമയത്ത് അല്ലയോ മുനിപുങ്കവ,
മുനിപുങ്കവ എന്ന് വിശ്വാമിത്രനോട് തന്നെയാണ് പറയണത്. യജ്ഞം കാകുത്സ്ഥസഹിത പ്രാപ്തവാനസി. അല്ലയോ മുനിപുങ്കവ, അങ്ങ് കാകുത്സ്ഥന്മാരോട് കൂടിയിട്ട്, ശ്രീരാമനോടും ലക്ഷ്മണനോടും കൂടിയിട്ട് യജ്ഞത്തിൽ പങ്കുകൊള്ളാൻ വേണ്ടിയിട്ട്, അല്ലയോ കുശികനന്ദന കൗശിക, പ്രാപ്തവാൻ അസി, അങ്ങിവിടെ വന്നു ചേർന്നുവല്ലോ. അത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അതുകൊണ്ടാണ്, അത്രയും സൽക്കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടാണ് എൻ്റെ യാഗസ്ഥലത്തേക്ക് ഈ കാകുത്സ്ഥന്മാരെ, ശ്രീരാമനെയും ലക്ഷ്മണനെയും കൊണ്ട് അങ്ങ് തന്നെ എഴുന്നള്ളിയത് എന്ന് വിശ്വാമിത്രനോട് ജനകൻ പറയാണ്. പാവിതോഹം ത്വയാ ബ്രഹ്മൻ ദർശനേന മഹാമുനേ ഗുണാഃ ബഹുവിധാഃ പ്രാപ്താസ്തവ സന്ദർശനാന്മയാ. വീണ്ടും പറയാണ്, പാവിതഃ അഹം, ഞാൻ പാവിതനായി. പാവിതഃ എന്നുള്ളതിനെ പവിത്രീകരിക്കപ്പെട്ടു. എൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും എൻ്റെ ദോഷങ്ങളെല്ലാം അകന്നുപോയി അങ്ങയുടെ സാന്നിധ്യം കൊണ്ട്, അങ്ങയുടെ ദർശനം കൊണ്ട്. അല്ലയോ ബ്രഹ്മർഷേ മഹാമുനെ, ദർശനേന ത്വയാ അഹം പാവിത. ദർശനം നൽകിയിട്ട് അങ്ങ് എന്നെ പവിത്രീകരിച്ചുവല്ലോ, എന്നെ പാവനനാക്കിയല്ലോ. മാത്രമല്ല, മയാ തവ സന്ദർശനാത് മയാ ബഹുവിധാഃ ഗുണാഃ പ്രാപ്താഃ. അങ്ങയുടെ സന്ദർശനം കൊണ്ട് എനിക്ക് വളരെയധികം ഗുണഗണങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഞാനാണ് ഗുണവാനായി തീർന്നത്. ഈ ഗുണവാന്മാരോട് ചേരുമ്പോൾ വലിപ്പം വരും അല്പനും എന്ന് പറയണത് പോലെയാണ്. നല്ല നല്ല ആൾക്കാരുമായിട്ടുള്ള സംഗമം വരുമ്പോൾ ആ നന്മയൊക്കെ നമ്മളിലേക്കും വരും. അതുകൊണ്ട് ജനക മഹാരാജാവ് പറയാണ്, ഞാനും വളരെയധികം ഗുണവാനായി തീർന്നിരിക്കുന്നു അങ്ങയുടെ സന്ദർശനം കൊണ്ട്. മാത്രല്ല, വിസ്തരേണ ച വൈ ബ്രഹ്മൻ കീർത്യമാനം മഹത്തപ ശ്രുതം മയാ മഹാതേജോ രാമേണ ച മഹാത്മനാ സദസ്യൈ പ്രാപ്യ ച സദാ ശ്രുതാസ്തേ ബഹവോ ഗുണാഃ. ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മർഷേ, വിസ്തരേണ കീർത്യമാനം മഹത്തപ മയാ രാമേണ മഹാത്മനാ രാമേണ ച ശ്രുതം. ഞങ്ങളെല്ലാവരും തന്നെ അങ്ങയുടെ ഈ ഗുണഗണങ്ങളെ പറ്റിയിട്ട്, അങ്ങയുടെ കഠിനമായിട്ടുള്ള തപസ്സിനെ പറ്റിയിട്ട് കേട്ടു കഴിഞ്ഞിരിക്കുന്നു. അതാണ് കീർത്യമാനം മഹത്തപ വിസ്തരേണ. ശതാനന്ദൻ വളരെ വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞതായ കീർത്തിക്കപ്പെട്ടതായ അങ്ങയുടെ, ശതാനന്ദനാൽ കീർത്തിക്കപ്പെട്ടതായ അങ്ങയുടെ മഹത്തായ തപസ്സിനെ പറ്റിയിട്ട്, അങ്ങയുടെ ശക്തമായിട്ടുള്ള തപസ്സിനെ പറ്റിയിട്ട് മയാ രാമേണ ച ശ്രുതം. ഞാൻ മാത്രമല്ല കേട്ടത്, എന്നാലും രാമനാലും, ഞാനും രാമനുമൊക്കെ മാത്രമല്ല ഇവിടെ കൂടിയിരിക്കുന്ന സകല ജനങ്ങളും ഋഷിമാരും വിസ്തരിച്ച് കേട്ടു കഴിഞ്ഞിരിക്കുന്നു. അതെങ്ങനെയാണ് എല്ലാവർക്കും കേൾക്കാൻ സാധിച്ചത്? സദസ്യൈ പ്രാപ്യ. ഈ സദസ്സിൽ വന്നിരിക്കുന്നത് കൊണ്ട്, സദസ്യരായിട്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും അങ്ങയുടെ ഗുണഗണങ്ങളും കഥകളും കേൾക്കാൻ സാധിച്ചു. മാത്രമല്ല, സദ ശ്രുതാഹ തേ ബഹവോ ഗുണാഹ. ഈ സദസ്സ് തന്നെ വളരെയധികം കേൾവി കേട്ടതായി, സദസ്സിന് പലതും കേൾക്കാറായി, സദസ്സ് വളരെ പ്രസിദ്ധമാവുകയും ചെയ്തു. വളരെയധികം ഗുണഗണങ്ങൾ സദസ്സ്, ഇവിടെ ഇരിക്കുന്ന സദസ്സ് ഞങ്ങളെല്ലാവരും കേട്ടു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് മാത്രമല്ല, അതായത് ജനകനും ശ്രീരാമനും മാത്രമൊന്നുമല്ല അതിൻ്റെ പ്രയോജനം ഉണ്ടായത്, എല്ലാവർക്കും ഇവിടെ കേൾവിക്കാരായിട്ട് വന്ന എല്ലാവർക്കും ആ കഥകൾ കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായി. വിശ്വാമിത്രൻ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി വരുന്ന ഭാഗത്തിലും വിശ്വാമിത്രൻ്റെ തപസ്സിനെ പറ്റിയിട്ടും അതുപോലെ ഗുണഗണങ്ങളെ പറ്റിയിട്ടും ഒക്കെ ജനകൻ പറയുന്നുണ്ട്. അത് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഏഷ രാമമുനിശ്രേഷ്ഠ ഏഷ വിഗ്രഹവാംസ്തപ ഏഷ ധർമ്മപരോ നിത്യം വീര്യസ്യൈഷ പരായണം ഏവമുക്ത്വാ മഹാതേജാ വിരരാമദ്വിജോത്തമ ശതാനന്ദവച ശ്രുത്വാ രാമലക്ഷ്മണസന്നിധൗ ജനകഃ പ്രാഞ്ജലിർവാക്യമുവാച കുശികാത്മജം ധന്യോസ്മ്യനുഗൃഹീതോസ്മി യസ്യ മേ മുനിപുംഗവ യജ്ഞം കാകുത്സ്ഥസഹിതഃ പ്രാപ്തവാനസി കൗശിക പാവിതോഹം ത്വയാ ബ്രഹ്മൻ ദർശനേന മഹാമുനെ
ഗുണാ ബഹുവിധാ പ്രാപ്ത തവ സന്ദർശനാന്മയാ വിസ്തരേണ ച വൈ ബ്രഹ്മൻ കീർത്യമാനം മഹത്തവ ശ്രുതം മയാ മഹാതേജോ രാമേണ ച മഹാത്മനാ സദസ്യൈ പ്രാപ്യ ച സദശ്രുതാസ്തേ ബഹവോ ഗുണാ. അങ്ങനെ ആ സദസ്സ് മുഴുവനും വിശ്വാമിത്രൻ്റെ കഥ കൊണ്ട് സമ്പന്നമായി തീർന്നു എന്നാണ് ജനക മഹാരാജാവ് അറിയിച്ചത്. ബാക്കി കഥകൾ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.